Hi all, Assalamu alaikum warahmatullahi wabarakatuh. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ഒരു ഈവനിങ്ങും കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ഷൂട്ടുള്ളൊരു ദിവസമൊക്കെ ആയിരുന്നു. ചില സമയങ്ങളിൽ തീരെ ഒന്നും ചെയ്യാതെ ഒറ്റ കിടപ്പായിരിക്കും. ചില സമയത്ത് ഫുൾ ഡേ അന്നത്തെ ദിവസം തന്നെ ഒരു 3-4 വർക്കുകൾ ഒന്നിച്ചുണ്ടാവും കേട്ടോ. അങ്ങനത്തെ ഒരു ദിവസമാണ്. അപ്പോൾ മക്കൾക്ക് പിന്നെ ഞാൻ എന്താ പറയുക ആക്റ്റീവായിട്ടിരിക്കുന്ന ദിവസങ്ങളിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിന്നല്ലേ ഇപ്പോഴത്തേക്ക് ദിവസങ്ങളെന്ന് പറയുമ്പോൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസിയുമല്ല, കാണുന്ന പോലെ അത്ര ഹാപ്പി ആയിരിക്കില്ല. പക്ഷേ എനിക്കെപ്പോഴും നമ്മുടെ എന്താ പറയുക പോസിറ്റീവായിട്ട് നിന്ന് നിങ്ങളൊക്കെ കണ്ടാൽ മതി എന്നുള്ളതിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും ഇൻവോൾവ് ആക്കുന്നുള്ളൂ. പിന്നെ ഒരുപാട് സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന ഒത്തിരി ലേഡീസൊക്കെ ഉണ്ടാവും. അവർക്കും എന്തെങ്കിലുമൊക്കെ ലൈഫിൽ നല്ല രീതിക്ക് നടക്കും, നമ്മളെക്കൊണ്ട് സാധിക്കും എന്നും തോന്നാനുള്ളൊരു അവസരം കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് ഞാൻ കുട്ടികൾക്ക് ബ്രെഡ് കൊണ്ട് പിസ്സ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചെയ്യാണ്. വലിയ പരിപാടിയൊന്നുമില്ല നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കുറച്ച് വെജിറ്റബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഉപ്പോ കുരുമുളക് പൊടി അല്ലെങ്കിൽ പാപ്രിക്ക അങ്ങനെ ഏതെങ്കിലും ഓക്കെ. പിന്നല്ലേ ഇപ്പോഴത്തെ ദിവസങ്ങളെന്ന് പറയുമ്പോൾ കുറച്ച് ഫണ്ടിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയമാണ് കേട്ടോ. നമ്മൾ മറ്റേ വീട് വിൽക്കാനും കാര്യങ്ങളും ഒക്കെ വെച്ചിരിക്കുകയല്ലേ, പക്ഷെ എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് നടക്കില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത്യാവശ്യം എല്ലാ ബാധ്യതകളൊക്കെ തീർത്തിട്ട് മക്കൾക്ക് താമസിക്കാൻ ഒരു വീട്, നല്ല എഡ്യൂക്കേഷൻ, നല്ല ഫുഡ് കൊടുക്കുക. പിന്നെ കൂടുതൽ അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചത്ത് പണിയടിക്കുന്ന പരിപാടി വേണ്ട. അവനവൻ്റെ ഹെൽത്ത് ശ്രദ്ധിക്കണം. കാരണം നമ്മളില്ലാതെ ആയിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് നല്ല രീതിക്കായാലേ പറ്റുള്ളൂ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ എന്നെ ഓർമ്മിപ്പിക്കും. പക്ഷേ അത് മറന്നു പോകും കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നല്ല ടയേർഡാണ്, ഭയങ്കര ക്ഷീണം കാര്യങ്ങൾ, ഒരു ഭാഗത്ത് കുറച്ച് നേരം നിൽക്കാൻ പറ്റില്ല, ബോഡി പെയിന്, അതായത് വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് നിങ്ങൾ ആരൊക്കെയും ഇങ്ങനെ ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് കുറേ കാലമായിട്ട് ഡെഫിഷ്യൻസി ഉണ്ട്. ഇടയ്ക്കൊരു 3 വർഷം മുമ്പ് ഞാൻ മെഡിസിൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ നിർത്തി. ഇതൊന്നും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. കുറേ ബാധ്യതകൾ നമ്മുടെ തലയിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് മറന്നുപോകും. നമ്മുടെ കാര്യം മറന്നിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കും. പക്ഷെ അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ കുറേ പ്രോബ്ലംസൊക്കെ ഉണ്ട്. ഡോക്ടറത്തൊക്കെ പോകണം, അങ്ങനെ ഒക്കെ തിരക്കുകളിലൊക്കെ നടക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ, എന്തൊക്കെയാണ് കാര്യം എന്നുള്ളത്. പിന്നെ റനക്കുട്ടി ഇല്ലാത്തൊരു ദിവസത്തെയാണ് ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് എന്നുള്ളത്. നമ്മുടെ ഹയാൻകുട്ടനുണ്ടല്ലോ, അപ്പോൾ അവൻ്റെ അടുത്ത് എനിക്ക് വീഡിയോ എടുത്ത് തായോ എന്ന് പറഞ്ഞു. അവൻ ആദ്യം പറ്റില്ല, മീൻസ് അവൻ അറിയില്ല എന്നൊക്കെ പറയും. അപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിടാൻ പാടില്ല. എന്തായാലും നീ അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല ഹയാൻകുട്ടി എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കുറച്ച് ക്ലിപ്സൊക്കെ അങ്ങനെ എടുക്കുന്നതാണ്. പക്ഷേ ഈ ക്ലിപ്സൊക്കെ ആ സ്റ്റാൻഡ്, അതായത് എൻ്റെ ക്യാമറ അറിയാലോ, അതിങ്ങനെ എവിടെയെങ്കിലും വെക്കും, എന്നിട്ട് അങ്ങനെ എടുക്കുന്ന കുറച്ച് ക്ലിപ്സൊക്കെയാണ് കേട്ടോ. റന ഉണ്ടെന്നുണ്ടെങ്കിൽ ചില സമയം ഭയങ്കര ഈസി ആയിരിക്കും നമുക്ക് ഷൂട്ട് കാര്യങ്ങളൊക്കെ. എങ്കിലും ചിലപ്പോൾ അവളുണ്ടെങ്കിലും അവൾക്ക് പഠിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്റ്റർബ് ഒന്നും ചെയ്യാറില്ല. പിന്നെ ഇതേ ടാഗ് ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ. പ്രൊമോഷന് വരുന്ന ഷോളുകൾ ഞാൻ ആവശ്യമുള്ള സമയങ്ങളിലാണ് എടുക്കുക. അതാണ് കേട്ടോ ഈ ടാഗ് പൊട്ടിക്കാത്ത മിക്ക വീഡിയോസിലും നിങ്ങളത് കണ്ടിട്ടുണ്ടാവുക. പിന്നെ ഇന്ന് മക്കൾ സ്പെഷ്യൽ ഫുഡ് കിട്ടുന്നതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ. ബ്രെഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ ചുച്ചുക്കുട്ടീനത്ത് പറഞ്ഞിട്ട്, ചുച്ചുക്കുട്ടിയാണോ ഹയാനാണോ തോന്നുന്നു, ആരോ പോയി വാങ്ങിയിട്ട് വന്നു. അങ്ങനെ പിന്നെ നിങ്ങൾ മക്കൾക്ക് കുട്ടിക്ക് ട്യൂഷൻ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൽബ ലേണിംഗ് KG മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് ഓൺലൈൻ ട്യൂഷൻ അഡ്മിഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഓരോ കുട്ടിക്കും ഒരു ടീച്ചർ എന്ന നിലയിലാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് അവർ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു മത്സര ലോകത്ത് ഓരോ കുട്ടിക്ക് വ്യക്തിഗത ശ്രദ്ധ ലഭിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതുകൊണ്ടാണ് ആൽബ ലേണിംഗ് 1 സ്റ്റുഡൻറ്റ് 1 ടീച്ചർ എന്ന പ്രത്യേക രീതിയിൽ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്. ഓരോ കുട്ടിയുടെയും പഠന നിലവാരം മനസ്സിലാക്കി അവർക്ക് അനുസരിച്ച് ക്ലാസ്സുകളാണ് കേട്ടോ ആൽബയുടെ പ്രത്യേകത.
ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് 25% ഡിസ്കൗണ്ടും കൂടെ അവരിപ്പോൾ കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. എല്ലാ സിലബസിലും ട്യൂഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ മാത്രം എടുത്ത് പഠിക്കാനും സാധിക്കും. ഇപ്പോൾ ഗൾഫിലുള്ള കുട്ടികൾക്ക് പ്രത്യേക പാക്കേജുകളും ഉണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ക്ലാസ്സിലൊക്കെ എടുക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഫ്രീ ഡെമോ ക്ലാസ്സും ഉണ്ട് കേട്ടോ. സ്റ്റേറ്റ്, CBSE, ICSE തുടങ്ങിയ എല്ലാ സിലബസിലുള്ള കുട്ടികൾക്കും ഏത് രാജ്യത്തു നിന്നും വളരെ കുറഞ്ഞ ഫീസിൽ ഓൺലൈൻ ട്യൂഷൻ അഡ്മിഷൻ നിങ്ങൾക്കിപ്പോൾ നേടാൻ പറ്റും. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 25% ഡിസ്കൗണ്ടോടെ അഡ്മിഷൻ കിട്ടും കേട്ടോ. കൂടുതൽ വിവരങ്ങൾക്ക് 25% ഡിസ്കൗണ്ടിൽ അഡ്മിഷൻ ലഭിക്കാനും ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് ലിങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഞാൻ പിൻ ചെയ്ത് വെക്കാവേ. അപ്പോൾ അതേ ഞാൻ ബ്രെഡ് നോർമലായിട്ട് അവർക്ക് കൊടുക്കാതെ ഈ ഒരു ഷേപ്പ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു പിസ്സൻ്റെ ഒരു ഫീലൊക്കെ വരുമല്ലോ, അല്ലെങ്കിൽ സാൻഡ്വിച്ച് പോലെ ആവുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചെറിയൊരു റൗണ്ട് മൂടിയിൽ കട്ട് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിലെല്ലാം ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അടുത്ത് നിന്നിട്ട് ചുച്ചുക്കുട്ടി ചിലപ്പോൾ ഇങ്ങനെ പാട്ടുകൾ പാടലും അവരുടെ അങ്ങനെ ഓരോ കമൻ്റ് അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇടയിൽ കൂടെ നമ്മുടെ ഇച്ചു ബേബിയില്ലേ ഇതില്ലേ ചീസ് അവർക്ക് വെറുതെ കഴിക്കാൻ ഇഷ്ടമാണ്. ചുച്ചു ആദ്യം കഴിക്കുമായിരുന്നു, പക്ഷെ ഇപ്പോൾ ചുച്ചു കഴിക്കണില്ല. ഹെയ്സൂക്ക് ഫ്രിഡ്ജിൽ ഇതുപോലെ ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വന്ന് ചോദിക്കും, അമ്മി ഞാൻ ചീസ് എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവർ ചിലപ്പോൾ ഇങ്ങനെ തിന്ന് നടക്കും. ആദ്യം എന്താ പറയുക, ഞാനിങ്ങനെ എടുത്തോ എന്ന് പറയും. ഇപ്പം അധികം പുറത്തേക്കൊന്നും പോകണില്ല, അതുകൊണ്ട് പിന്നെ നോക്കി കൊടുക്കലുള്ളൂ. അപ്പോഴേക്കും ഞാൻ ആ സോസ് ആക്കിയപ്പോൾ മൊത്തത്തിൽ അവിടെയൊക്കെ പരന്നുപോയി. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഭംഗിക്ക് പ്രസൻറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ പിന്നെ അത് മാറ്റിയിട്ട് വേറെയിലേക്ക് ആക്കിയിട്ട് അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ചുച്ചുക്കുട്ടിക്ക് ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ് എനിക്ക് വീഡിയോ എടുത്ത് വരാനും അമ്മി ഞാൻ എടുത്തോട്ടെ, ഞാൻ ഷൂട്ട് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരും. അപ്പം ഞാനിങ്ങനെ വിചാരിച്ച് ഇതുപോലെ കുറച്ചും കൂടെ വലുപ്പമുണ്ട് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങുമ്പോൾ റനക്കുട്ടിക്ക്. ആ സമയത്ത് നിന്ന് അവൾ എന്നെ ഇങ്ങനെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ആ പഴയ വീഡിയോസൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ അവളെ ചീത്തയും പറയും കേട്ടോ. മിക്ക വീഡിയോസും നല്ല ഷേക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊരു ചെറിയൊരു ഫോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ജേണി എന്ന് പറയുമ്പോൾ. അപ്പോഴത്തെ എൻ്റെ ഒരു എന്താ പറയുക സ്ട്രഗിൾ കാരണം ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തതാണ്. അതിന് മുമ്പെന്ന് പറയുമ്പോൾ ഞാൻ മെഡിക്കൽ ടിപ്സ് കാര്യങ്ങളൊക്കെയാണ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതേ ഒരു സ്ട്രഗിളിലേക്ക് വീണ്ടും തിരിച്ചു വന്ന ആ ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അതേപോലെ ചെറിയ കുട്ടികൾ, അതേപോലെയുള്ള കണക്ക് കൂട്ടലുകൾ, അതേപോലെയുള്ള ഉറക്കമില്ലായ്മ, അങ്ങനത്തെ കുറേ ദിവസങ്ങളൊക്കെ ഞാൻ ശരിക്കും കുറേ ഇങ്ങനെ കുറച്ച് കാലം നമ്മളിങ്ങനെ കഷ്ടപ്പെടുക, എല്ലാ ബാധ്യതകളെല്ലാം തീർത്തിട്ട് പിന്നീട് എല്ലാ സ്ത്രീകളെയും പോലെ വീട്ടിലിങ്ങനെ വെറുതെ സുഖിച്ച് ജീവിക്കാം. എല്ലാ സ്ത്രീകളും സുഖിച്ച് ജീവിക്കണമെന്നല്ല കേട്ടോ പറഞ്ഞത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, അല്ലാതെ നല്ല സമാധാനത്തിൽ ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതേപോലെയൊക്കെ നമുക്കും അങ്ങനെയൊക്കെ ആവാം എന്നൊക്കെ ആയിരുന്നു ആദ്യത്തെയൊക്കെ ഉള്ളൊരു പ്രതീക്ഷ. പിന്നെ നോക്കുന്ന സമയത്ത് ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മുടെ ലൈഫ് വരുന്നത്. എപ്പോഴും ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം മാത്രം എപ്പോഴും ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർമ്മിപ്പിക്കും. പടച്ചോൻ തന്ന ആ ഒരു പ്രോമിസ് ഉണ്ട്, നിങ്ങൾക്ക് ലൈഫിലൊരു താഴ്ചയുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും അതേപോലെ ഒരു ഉയർച്ചയും നിങ്ങൾക്ക് തരും എന്നുള്ളത്. അപ്പോൾ ആ ദിവസങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇനി അങ്ങോട്ടുള്ള കാത്തിരിപ്പ്. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ മക്കൾ തന്നെയാണ്. ഇപ്പോഴും എന്നെ ചിലപ്പോൾ ആരൊക്കെയോ അങ്ങനെ എൻ്റെ മുന്നിലും എൻ്റെ ഓപ്പണായിട്ട് നേരിട്ട് പറഞ്ഞിട്ടും ഇപ്പം എൻ്റെ പുറകിലാണെങ്കിലും പറഞ്ഞിട്ട് ഒരുപാട് പേരിങ്ങനെ കളിയാക്കുന്നുണ്ട്. എന്തിനാണ് പിന്നെ ഇത്രയും മക്കളെ പ്രസവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട്, ഈ മക്കളെ വെച്ചിട്ട് എന്താവും എന്നൊക്കെ പറഞ്ഞിട്ട്. റാനക്കുട്ടി പറയുന്ന പോലെ ആ മക്കളാണ് എൻ്റെ സ്ട്രെങ്ത്ത്, അല്ലെങ്കിൽ അവരാണ് എൻ്റെ സന്തോഷം. സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് കേട്ടോ. ഇന്നേ വരെ എനിക്ക് അവരെ കൊണ്ടൊരു റിഗ്രറ്റ് അടിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ മാക്സിമം അവരുടെ കാര്യങ്ങൾ നല്ല രീതിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ കാര്യം കൂടെ ചെയ്യണം എന്നുണ്ട്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ലൈഫിൽ എപ്പോഴെങ്കിലും നമ്മൾ വിഷമിക്കും. നമ്മൾ ഒറ്റയ്ക്കാവുന്ന സമയത്ത് കുറച്ച് എനിക്കും കൂടെ വേണ്ടി ഞാൻ ജീവിക്കായിരുന്നുല്ലേ, എന്തിനാണ് എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം. അത് നമ്മുടെ മക്കളാണെങ്കിൽ ആരാണെങ്കിലും ശരി, ഉറപ്പാണ് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ആ ഒരു തോന്നൽ വരാം. ഈ ഭൂമി നമുക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണല്ലോ. നമ്മൾ കുറേ കാലം നമ്മുടെ മാതാപിതാക്കൾ പറഞ്ഞ് മാത്രം കേട്ട് അവരുടെ ഇഷ്ടങ്ങൾക്ക് പോകുന്നു. പിന്നെ അതിന് ശേഷം
വേറെ പലരുടെയും ആഗ്രഹങ്ങൾക്ക് പോകുമ്പോഴാണ് ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരു വിഷമം, റിഗ്രറ്റ് തോന്നുന്നത്. ഞാനിതെല്ലാം പറയുന്നത് ചിലരെങ്കിലും നെഗറ്റീവായിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് കേട്ടോ ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ എല്ലാ സുഖസൗകര്യങ്ങളോടുകൂടെ ജീവിക്കുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് കണകണാന്നൊന്നും പറയണ്ട. ഞാൻ എപ്പോഴും വിഷമിക്കുന്ന ആൾക്കാരുടെ കൂടെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം, എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഒരു സംസാരത്തിലൂടെ ഒരു പോസിറ്റീവ് എനർജി എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ചിലർ പറയണു എല്ലാവർക്കും ഇപ്പോൾ നിൻ്റെ പോലെ ജീവിതമൊന്നും അല്ല, നീ എന്തിനാ അങ്ങനെ പറയുന്നത്? സത്യമാണ്, ഞാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ പോലെ അല്ലെങ്കിൽ സ്ട്രഗിൾ അനുഭവിക്കുന്ന ആൾക്കാർ മാത്രമുള്ള ഭൂമിയിൽ നിന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അതിൽ നിന്നും പുറത്തു വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവരെ കൺസിഡർ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ലൈഫിൽ എന്തായാലും പ്രോബ്ലംസ് ഇല്ലാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. പിന്നെ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ പ്രോബ്ലം എന്ന് പറയുന്നത്. ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ വേറെ പല 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 കാര്യങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അവർക്കെല്ലാം തന്നെ അവരവരുടെ കാര്യങ്ങളും അവരവരുടെ വേദനകളും അവരവരുടെ വിഷമങ്ങളും തന്നെയാണ് വലുതായിരിക്കുക. അപ്പോൾ എന്താ പറയുക, അതിന്നൊക്കെ നമുക്ക് പുറത്തേക്ക് വരാനുള്ള എനർജി, സ്ട്രെങ്ത്തൊക്കെ നമ്മളിൽ തന്നെ ഉണ്ടാവും. അത് നമ്മൾ കണ്ടെത്തണം എന്ന് മാത്രം. അതിൻ്റെ കൂടെ നമ്മൾ ഹെൽത്ത് വൈസും കൂടെ ശ്രദ്ധിച്ചിട്ട് ഓരോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം കേട്ടോ. ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും എന്തിൻ്റെ ബേസ് ചെയ്തിട്ടാണെന്ന് വെച്ചാൽ, നമ്മൾ പബ്ലിക്കിൽ എന്താ പറയുക ഒരു വീഡിയോ ഇടുന്ന സമയത്ത് ആ പബ്ലിക്കിൽ ഒരുപാട് പേര് അവരുടെ അനുഭവങ്ങളും നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ അവർ പറയണമെന്ന് ആഗ്രഹിച്ചിട്ട് നമ്മളോട് ആഗ്രഹിക്കുന്നുമുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. പിന്നെ ഇതൊക്കെ പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത് ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫ് മാത്രം വെച്ച് സംസാരിക്കുന്നതാണോ അങ്ങനെ ഇങ്ങനെ എന്നുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ബട്ട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ സൈക്കോളജി പഠിച്ചിട്ടുള്ള അതുമായിട്ട് കുറച്ചെങ്കിലും എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെന്ന് വിശ്വസിക്കൂ. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ പറയണമെന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ. എല്ലാം എൻ്റെ പേഴ്സണൽ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്ന് ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്നെ പറയാനായിട്ട് തോന്നുന്നത്. അങ്ങനെ ചിന്തിക്കരുത്. സൈക്കോളജി റിലേറ്റ് ചെയ്ത് ഒരു മനുഷ്യൻ ഒരു പ്രോബ്ലത്തിൽ പെട്ട് നിൽക്കുന്ന സമയത്ത് അതിൽ നിന്നും എങ്ങനെ പുറത്തേക്ക് വരാൻ പറ്റും, അവരെ മരണത്തിലേക്ക് വിടാതെ എങ്ങനെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാൾ ആ രീതിയിൽ എന്തെങ്കിലും പറയണമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതേ ഞാൻ രണ്ടാമത്തെ റെസിപ്പി ആയിട്ട് എന്താ പറയുക ഈ ഒരു സാധനമാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കുട്ടികൾ ഇതുപോലെ ബ്രെഡിൽ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. എനിക്കിതിപ്പോൾ എന്താ പറയുക ഒരു വീഡിയോ ചെയ്യണമായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഐഡിയ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ. കുട്ടികളായിട്ട് എന്തോ സംസാരിക്കണതാണ്, ഞാൻ എന്താ സംസാരിച്ചെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ദേ ഹേസു ഭയങ്കര സന്തോഷത്തിൽ നിന്ന് ചാടലും പിടിക്കലും ഒക്കെ ഉണ്ട്. ചുച്ചുക്കുട്ടി അടിയിൽ കൂടെ ഡാൻസും കാര്യങ്ങളൊക്കെയാണ്. ഇവർക്ക് പിന്നെ സ്കൂള് പൂട്ടി, ബട്ട് ക്യാമ്പ് ഉണ്ട് അവരുടെ സ്കൂളിൽ തന്നെ. അവിടെ ഡെയിലി അവരതിന് പോയിട്ട് വരും. അപ്പോൾ അവർ വന്നതിന് ശേഷമാണ് മിക്ക സമയങ്ങളിലും ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അവർ വന്ന് അവരുടെ കൂടെ നിന്ന് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എന്താ പറയുക ഒരു സമാധാനം അല്ലെങ്കിൽ അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടൂലേ, അതിന് വേണ്ടിയിട്ട് അവർ വന്നിട്ട് അങ്ങനെ അവരുടെ കൂടെ അങ്ങനെ നിന്ന് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ബ്രെഡിൻ്റെ ഇടയിൽ നല്ല പഴുത്ത പഴം ഉണ്ടായിരുന്നേ, അതും കൂടെ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സെൻറ്ററിൽ കാണുന്ന ആ ഒരു സംഭവം ഞാനൊരു ഹാർട്ട് വരയ്ക്കാൻ നോക്കിയതാണ്. ഹാർട്ട് ഈ ഒരു ഷേപ്പിലായിപ്പോയി. അപ്പോൾ ഹയാൻ എന്നിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നു, ഇതാണോ അമ്മീൻ്റെ ഹാർട്ട് ഷേപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞ ചില സമയം എൻ്റെ ഹാർട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും നിൽക്കുക, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ മേലെ ഒരു ചെറിയൊരു കഷ്ണം പഴം കൂടെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്രെഡ് പിസ്സ വന്നിട്ട് ആക്കി വെച്ചിട്ട് ഒന്ന് കല്ലിൽ വെച്ച് ഒന്ന് ചൂടാക്കിയിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചീസൊക്കെ ഒന്ന് അലിഞ്ഞിട്ട് പിസ്സയുടെ ആ ഒരു രൂപത്തിലേക്ക് അത്യാവശ്യം അങ്ങനെ വരും. അങ്ങനെ ഇതേ ആക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഞാനിതുപോലെ ടേബിളിൽ 3 പേരെയും ഒന്നിച്ച്, കുറച്ച് മുമ്പൊക്കെ ഞാൻ 5 പേരെ ഒന്നിച്ചിരുത്തായിരുന്നു. ഇപ്പോൾ വലിയ മക്കൾ അത്യാവശ്യം നല്ല വലുപ്പമായതുകൊണ്ട് അവർക്ക് ഇങ്ങനെയൊക്കെ വന്നിരിക്കാനും അല്ലെങ്കിൽ ഇതാകാനുള്ള ടൈം ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഒരു മടിയും ഉണ്ടാവും. പിന്നെ റനക്കുട്ടി ഇല്ലല്ലോ, ഹയാൻ മാത്രമല്ലേ ഉള്ളൂ. ഹയാന് പിന്നെ അവൻ ഇരിക്കണോടത്ത് നമ്മൾ കയ്യിൽ കൊണ്ടുപോയിട്ട് കൊടുക്കണം, അപ്പോൾ അവൻ കഴിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവന് വിശപ്പ് പോലും ഉണ്ടാവില്ല.
പക്ഷേ ഇതിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഹയാൻകുട്ടനാണ് കേട്ടോ. അവൻ്റെ അടുത്ത് ഇതുപോലെ ഇങ്ങനെ വെക്കി, ഇങ്ങനെ പിടിക്കി, ഇങ്ങനെ ചെയ്യി എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ്. അവൻ വിളിച്ചപ്പോൾ പെട്ടെന്ന് വരുന്നുണ്ട്. റനയില്ലാത്തത് കൊണ്ട് ഒരുപാട് എന്താ പറയുക തർക്കം പറയാനൊന്നും നിൽക്കാറില്ല. പിന്നെ ഇപ്പോൾ ആദ്യത്തെ പോലെ അധികം വീഡിയോസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് എന്താണെന്നറിയോ, എനിക്ക് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ ഫിനാൻഷ്യൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒന്ന് റെഡിയാക്കണം, കുറേ ഫണ്ടുകൾ റെഡിയാക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ പുറകിൽ ബാങ്കിലേക്ക് പോലും പിന്നെ ഗോൾഡ് വെക്കൽ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് മിക്ക ദിവസങ്ങളിലും ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. അങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും, ഓരോ കാൽക്കുലേറ്റ് ചെയ്ത് ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാ സമയവും ഒരേ മൂഡും കാര്യങ്ങളും ആയിരിക്കില്ല. ഇപ്പോൾ പിന്നെ താത്താനെ ഞാൻ കുക്കിങ് കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കും. റെസിപ്പി കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ ചെയ്യാറില്ല. അപ്പോൾ എനിക്ക് എൻ്റെ മുന്നിലുള്ള കുറേ പ്രോബ്ലംസ് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലാണ് നിൽക്കുന്നത്. പിന്നെ ഡെയിലി ഉള്ള നമ്മുടെ കാര്യങ്ങളും എല്ലാം അതേപോലെ ഒരു മാറ്റവും ഇല്ലാതെ നടന്നും പോകണമല്ലോ. പിന്നെ എനിക്ക് വലിയ ചേഞ്ചസ് എന്ന് പറയാനൊന്നും വലിയ ഇതൊന്നും ലൈഫിൽ തോന്നിയിട്ടില്ല. കാരണം മുമ്പും ഇതേപോലെയുള്ള ഓട്ടവും ചാട്ടവും പിന്നെ പൈസ റെഡിയാക്കലും പിടിക്കലും കടങ്ങൾ അടിക്കലും ഒക്കെ തന്നെ ആയതുകൊണ്ട് വലിയൊരു മാറ്റമൊന്നും ലൈഫിൽ തോന്നിയിട്ടില്ല. പക്ഷേ പലതും തിരിച്ചറിയപ്പെടാൻ വൈകി എന്നുള്ള ആ ഒരു കുറേ വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. എന്നാലും അത് കൂടുതൽ ഞാനങ്ങനെ ഫോക്കസ് ചെയ്യുന്നില്ല. ഭാവിയിലേക്ക് നല്ല രീതിക്ക് ബുദ്ധിമുട്ടാതെ ആരുടെയും മുന്നിൽ കൈ നീട്ടി നിൽക്കാനുള്ള ഒരു അവസ്ഥ വരാതെ, എൻ്റെ മക്കളെ വിഷമിക്കാതെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന രീതിയിലേക്ക് ലൈഫ് ഒന്ന് ആക്കിയെടുക്കണം എന്നുള്ള ഒരു ഇതാണ് ഉള്ളത്. പക്ഷെ ഇപ്പോൾ ആദ്യത്തെ അത്ര അങ്ങോട്ട് വർക്ക് ചെയ്യാനൊന്നും തീരെ ഇഷ്ടമല്ല. എങ്ങനെയെങ്കിലും ഒന്ന് വെറുതെ ഇരുന്നാൽ മതി എന്ന് തോന്നുന്ന ഒരു ഇതാണ്. കാരണം നമ്മളൊരു ടൈം ഓൾറെഡി നമ്മൾ നമ്മുടെ ലൈഫിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. ഇത്ര ദിവസം നമ്മൾ അത്യാവശ്യം, ഇത്ര വർഷം നമ്മൾ അത്യാവശ്യം ഓടി നടക്കുക, പണിയെടുക്കുക, അതിന് ശേഷം അങ്ങനെ ഇരിക്കുക എന്നുള്ളത്. പക്ഷെ അതിൻ്റെ എല്ലാം കൂടെ ഒരു മാറ്റം വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷ പോലൊന്നും കാര്യങ്ങൾ പോയില്ല എന്നുള്ള ആ ഒരു നിരാശ നന്നായിട്ട് ഉണ്ട് കേട്ടോ. ഇനിയും എത്ര കാലം ഓടി നടക്കണം എന്നുള്ള ഒരു ടെൻഷൻ. കാരണം നമ്മുടെ ഇച്ചു ബേബിക്ക് എന്ന് പറയുമ്പോൾ 3.5 വയസ്സ്, ഇനിയിപ്പോൾ 4 വയസ്സാകാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അവളൊരു ഡിഗ്രി എടുത്ത് അവൾക്ക് നല്ലൊരു ജോബ് ആവുന്നവരെയും ഞാൻ അവൾക്കൊരു സപ്പോർട്ടായിട്ട് വേണമല്ലോ. അപ്പോൾ ഇപ്പോൾ റനക്കുട്ടി എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇച്ചു ബേബി ഒന്ന് ആ ഒരു അവസ്ഥയിലേക്ക് ആവുമ്പോഴേക്കും ഞാൻ ഏൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും ഇൻഷാ അല്ലാ. അപ്പോൾ അവളുടെ കാര്യമൊക്കെ ഞാൻ നോക്കുമല്ലോ, അപ്പോൾ അമ്മി അതിനെക്കുറിച്ചിട്ട് വെറീഡ് ആവണ്ടെന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഇപ്പോഴും ഞാൻ വരുത്തി വെച്ച, വേണമെങ്കിൽ അങ്ങനെയും പറയും, ബാധ്യതയാണല്ലോ എൻ്റെ മക്കൾ ഞാൻ നോക്കുക എന്നുള്ളത്. അപ്പോൾ അത് അവളുടെ തലയിലേക്ക് ഇട്ട് കൊടുക്കരുത് എന്നുള്ളൊരു നിർബന്ധമുണ്ട്. പടച്ചോൻ എന്തായാലും ആയുസ്സും ആരോഗ്യവും ഒക്കെ സ്റ്റേബിളായിട്ടുള്ളൊരു മെൻ്റൽ സ്റ്റേറ്റും അതാണ് മെയിൻ എനിക്ക് തരട്ടെ. എന്നെപ്പോലെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് സ്ത്രീകൾക്കും പടച്ചോൻ കൊടുക്കട്ടെ. അങ്ങനെയുള്ളവർക്കൊക്കെ പിടിച്ചു നിന്ന് അവരുടെ മക്കളുടെ നല്ലൊരു ലൈഫിന് വേണ്ടിയിട്ട് അവർക്കൊക്കെ ആക്കി കൊടുക്കട്ടെ ഇൻഷാ അല്ലാ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളായിട്ട് വരാം. ഇനി 2-3 ദിവസം വീഡിയോസ് ഉണ്ടാവും കേട്ടോ. കാരണം കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പുതിയ വിശേഷങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടൊക്കെ വരാം ഇൻഷാ അല്ലാ. അപ്പോൾ ഇതേ മക്കളൊക്കെ നല്ല ഹാപ്പി ആയിട്ട് അവരുടെ പുതിയ റെസിപ്പി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുതിയ ഡിഷ് റെസിപ്പിയല്ല. പിന്നെ ഞാൻ എന്തുണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ചോദിക്കും, ഹാപ്പിയാണോ? അപ്പോൾ ചുച്ചുക്കുട്ടി ഇങ്ങനെ തലയൊക്കെ ആട്ടിയിട്ട് ഇങ്ങനെ ഹാപ്പിയാണ്, താങ്ക് യു എന്നൊക്കെ പറയും. എങ്ങനെയെങ്കിലും മക്കളെ പുറത്ത് കൊണ്ടുപോകണം എന്നൊക്കെ ഉണ്ട് ഇൻഷാ അല്ലാ. പറ്റുമെന്നൊന്നും അറിയില്ല. എൻ്റെ ഓരോ സമയം ഓരോ മൂഡായിരിക്കും. അതാണ് ഇപ്പോൾ കുറച്ച് മൂഡൊന്നും ഓക്കെയാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ്, ഒരു ഇമോജി ആയിട്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ഇടാം. അതൊക്കെ വായിക്കുമ്പോഴും കാണുമ്പോഴും ഒരു പ്രത്യേക ഒരു സന്തോഷമൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാ. ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.